എടി എന്ത് പേരാണ് ഡിഞ്ചു, ഇത് ആരാണ് നിനക്ക് ഇട്ടത് എന്ന് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടാ. ശരിക്കും അത് കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും. കാരണം ഞാൻ തന്നെ അമ്മോട് ഒരു 1000 വട്ടത്തിൽ കൂടി ചോദിച്ചിട്ടുണ്ട്, അമ്മ എന്തിനാണ് അമ്മ എന്നോട് ഈ ചതി ചെയ്തത്. എൻ്റെ പേര് എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. ആദ്യം എനിക്ക് എൻ്റെ പേര് ഇഷ്ടമല്ലായിരുന്നു. കാരണം ഡിഞ്ചു എന്ന് പറയുമ്പോൾ എന്തോ ഒരു ബോംബൊക്കെ പൊട്ടിക്കണം, അല്ലെങ്കിൽ എന്തോ ഒരു വലിയൊരു ഒരു ഒച്ചയൊക്കെ കേൾക്കണ പോലത്തെ ഒരു ഫീലായിരുന്നു ഡിഞ്ചു എന്ന് പറയുമ്പോൾ. ഒട്ടും സോഫ്റ്റ് അല്ലാത്തൊരു പേര് പോലെയായിരുന്നു എനിക്ക്. എൻ്റെ അപ്പൂപ്പനാണ് ഈ പേര് എനിക്ക് ഇട്ടത്. അഞ്ജും രഞ്ജും ചേച്ചിമാരാണ്. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഞാൻ ഉണ്ടായ സമയത്ത് സിസ്റ്റർമാരൊക്കെ അമ്മയോട് സജസ്റ്റ് ചെയ്ത നെയിം മഞ്ജുനോ ചിഞ്ചുനോ ജിഞ്ചുനോ ലിഞ്ചുനോ ഒക്കെ ഇടാൻ പറഞ്ഞു. അമ്മ അതൊക്കെ തലയാട്ടി. പക്ഷെ അമ്മയുടെ മനസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ ജനിക്കുന്ന സമയം എന്ന് പറയുന്നത് അമ്മയ്ക്ക് കുറച്ച് വിഷമമുള്ള ഒരു സമയമായിരുന്നു. ബിക്കോസ് എന്നെ അമ്മ 5 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ പപ്പ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അപ്പോൾ കുഞ്ഞ് ജനിക്കുമ്പോൾ എന്ത് പേരിടണം, അങ്ങനെയുള്ള ഒരു ഹാപ്പി മൂഡിലുള്ള തോട്ട്സും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് എന്ത് പേരിടണം എന്നൊന്നും അമ്മ ആദ്യം ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ. എൻ്റെ പപ്പയുടെ പേര് ഡേവിസ് എന്നാണ്. അപ്പോൾ അപ്പൂപ്പനാണ് ഇങ്ങനെ പറയണേ, നമുക്ക് കൊച്ചിന് ഡേവിസിൻ്റെ ആദ്യത്തെ അക്ഷരം വെച്ച് ഡി വെച്ചിടാം, ഡിഞ്ചു എന്നിടാം എന്നും. അങ്ങനെയാണ് എനിക്ക് ഡിഞ്ചു എന്നുള്ളൊരു പേര് കിട്ടിയത്. അമ്മ ആ റീസൺ പറഞ്ഞു തന്നെ. പിന്നെ എവിടെയൊക്കെയോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് പേരിനോട്. എന്നാലും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇതുണ്ടായില്ല. പിന്നെ നമ്മൾ വളർന്നു കഴിയുമ്പോൾ നമ്മളോടുള്ളൊരു സെൽഫ് റെസ്പെക്റ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ ഫിഗറും നമ്മുടെ പേരും എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി വരണമല്ലോ. അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ എൻ്റെ പേരിന് ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണ്. ഇത് കളിപ്പേരാണോ എന്ന് ചോദിക്കാറുണ്ട്. ശരിക്കുള്ള പേര് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അത് കമൻസിൽ വരാറുണ്ട്. എൻ്റെ ശരിക്കുള്ള പേരെന്താണ്. എൻ്റെ ശരിക്കുള്ള പേര് ഡിഞ്ചു ഡേവിസ് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എന്തുകൊണ്ടാണ് ഡിഞ്ചു ഡേവിസ് എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരിനോടുള്ള എൻ്റെ ഇഷ്ടം ഞാൻ മനഃപൂർവ്വം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇപ്പം എനിക്ക് എൻ്റെ പേര് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഡിഞ്ചു ഡേവിസ് എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കട്ടെ. എൻ്റെ പേര് കുറേ പേരുകൾ മനസ്സിലാലോചിച്ചിട്ടോ യൂട്യൂബ് ചാനൽ എന്ത് നെയിം ഇടണമെന്ന്. പക്ഷെ ഡിഞ്ചു തന്നെ മതിയെന്ന് എനിക്ക് തോന്നി. പക്ഷെ എൻ്റെ ആരെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ പറയാറുണ്ട് ഡിഞ്ചു എന്നുള്ള പേര് മാറ്റ് യൂട്യൂബ് ചാനലിൽ നിന്ന്. പക്ഷെ അത് ഞാൻ ഒരിക്കലും മാറ്റത്തില്ല കേട്ടോ. ഇപ്പം എനിക്ക് വെറുത്ത് പേരിനോടൊരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് എനിക്ക് ഡിഞ്ചു എന്നുള്ള പേരുണ്ടായത്. ഇനി നിങ്ങളുടെ പേരിന് എന്തെങ്കിലും ഇതേപോലെ പാസ്റ്റ് സ്റ്റോറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ. ഞാനാണെങ്കിൽ ഒരു വർത്താന ചക്കിയാണ്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ ഷെയർ ചെയ്യാൻ ഇഷ്ടമാട്ടോ. എനിക്ക് ക്യാമറയെ നോക്കി വർത്താനം പറയാൻ പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നു. പിന്നെ കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ നൈസാണെന്ന് പറയാറുണ്ട്. അതിൻ്റെ ഒരു ആത്മധൈര്യത്തിലാട്ടോ ഞാനിതൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ പേരുണ്ടായ കഥ.